എല്ലാവർക്കും നമസ്കാരം. സുഖമില്ല എല്ലാവർക്കും? ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കാൻ കേട്ടോ. ഇന്ന് നമുക്ക് നമ്മളുടെ പ്രിയപ്പെട്ട വസ്തി മമ്മി കാണിച്ചു തന്നിട്ടുള്ളത് ബ്രെഡിനെ പറ്റിയിട്ടാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണല്ലേ. നമ്മൾ ഇതിന് മുമ്പ് ഒരെണ്ണം ഇട്ടിരുന്നു. ഇത് രണ്ടാമത്തെ മോഡലാണ് കേട്ടോ. നമ്മൾ എപ്പോഴും ഒരേ സാധനം തന്നെ ഒന്ന് മാറി മാറി കഴിക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ വ്യത്യാസമായിട്ട് നമുക്ക് തോന്നാറുണ്ട് അല്ലേ. അപ്പം നമ്മളെ കുട്ടികളെ പറ്റിക്കാനും നമ്മുടെ കുട്ടികളെ കഴിപ്പിക്കാനും ഒക്കെ ഏറ്റവും പറ്റിയൊരു വിദ്യയാണത്. രാവിലെ നേരത്തെ കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ രാത്രി നേരത്തെ പിള്ളേർക്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയെന്ന് വെച്ചാൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡായി. കാരണം അത് സ്റ്റഫ് ചെയ്യുന്നത് നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് സ്റ്റഫ് ചെയ്യാം. അതായത് നോൺ വെജ് കഴിക്കുന്ന കുട്ടികളാണെന്ന് വെച്ചാൽ നോൺ വെജ് ആക്കാം, വെജിറ്റേറിയൻ ആണെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് നമുക്ക് അത് സ്റ്റഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിനൊരു മാറ്റം വരുമ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ കാണാനും ഒരു ചന്താണ്, നമുക്ക് കഴിക്കാനും ഒരു രസമാണ് അല്ലേ. അപ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ട വസ്തി മമ്മി നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ബ്രെഡിൻ്റെ രണ്ടാമത്തെ ഒരു മോഡലാണ്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഞാൻ എപ്പോഴും പറയും അതിൻ്റെ മെഷർമെൻ്റ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളുടെ വസ്തി മമ്മി കാണിച്ചു തന്നിട്ടുള്ള ബ്രെഡ് നോക്കിയാലോ. ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: മൈദ, ഉപ്പ്, പൊടിച്ച പഞ്ചസാര, ഡ്രൈ ഇൻസ്റ്റൻറ്റ് ആക്റ്റീവ് ഈസ്റ്റ്, അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പാല്, വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ. ഒരു വലിയ പാത്രത്തിൽ അളന്നു വെച്ച മൈദയും പൊടിച്ച പഞ്ചസാരയുണ്ടല്ലോ അതും ഈസ്റ്റ്, ഉപ്പ് എല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് കുഴയ്ക്കണം. പാല് ചേർത്തിട്ടാണ് നമ്മൾ കുഴയ്ക്കുന്നത് കേട്ടോ. ബാറ്റർ ടൈറ്റ് ആവാൻ പാടില്ല, സ്റ്റിക്കി ആവണം. പാല് ഒഴിച്ച് മാവിൻ്റെ എല്ലാ ഭാഗത്തും പാലാവണ പോലെ ഒഴിച്ച് ഇളക്കി വയ്ക്കുക. അപ്പോൾ അത് പാല് കുടിച്ചിട്ട് അത് സോഫ്റ്റ് ആവാൻ തുടങ്ങും കേട്ടോ. പാകം നോക്കിയിട്ട് വേണം പാലൊഴിക്കാൻ. എല്ലാ മാവിലും പാല് എത്തണ രീതിയിൽ വേണം പാലൊഴിക്കാൻ. ഒരുപാട് ആവാനും പാടില്ല, എന്നാൽ തീരെ കുറയാനും പാടില്ല കേട്ടോ. ഇതുപോലെ എല്ലാ സ്ഥലത്തും പാലായിട്ട് നമ്മളൊരു 10 മിനിറ്റ് അടച്ചു വയ്ക്കുക. പത്ത് മിനിറ്റ് അടച്ചു വെച്ചാൽ ബാറ്റർ റെഡിയാവും. ഇതിനെയാണ് ഓട്ടോലൈസിങ് എന്ന് പറയുന്നത് കേട്ടോ. ഓട്ടോലൈസ് ചെയ്ത മാവ് വൃത്തിയുള്ള കൗണ്ടർ ടോപ്പിൽ നന്നായിട്ട് ഒന്ന് കുഴയ്ക്കുക. മിനിമം 15 മിനിറ്റ് കുഴയ്ക്കണം കേട്ടോ. കയ്യിൽ ഒട്ടിപ്പിടിക്കണം, അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. പക്ഷേ എന്നാലും മാവ് എക്സ്ട്രാ ചേർക്കാനും പാടില്ല. കയ്യിൽ നിന്ന് നമ്മളിങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്തുമ്പോൾ പറയില്ലേ, ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ പറയില്ലേ, അയ്യോ ഒരു തുള്ളി വെള്ളം കൂടിപ്പോയി എന്ന്, അതുപോലെ ആവാനേ പാടുള്ളൂ കേട്ടോ. ഒട്ടിയില്ല എന്നുള്ള രീതിയിൽ ആവാനേ പാടുള്ളൂ കേട്ടോ. ഇതുപോലെ ബട്ടർ ചേർത്തിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. ഒരു 15 മിനിറ്റ് അടിച്ച് നന്നായിട്ട് കുഴച്ചാലേ നല്ല സോഫ്റ്റ് ആവുള്ളൂ. കുഴച്ച് വരുമ്പോൾ ഗ്ലൂട്ടൻ ഫോമിൽ എത്തും മാവ്. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആവുക. കുഴയ്ക്കുന്ന കാര്യത്തിന് യാതൊരു കോംപ്രമൈസും ഇല്ല. നല്ലോണം അടിച്ചിട്ടും പരത്തിയിട്ടും തല്ലിയിട്ടും നന്നായിട്ട് കുഴച്ചാൽ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഒരു ബൗളെടുക്കുക, ആ ബൗളിൽ ലേശം ബട്ടർ ഗ്രീസ് ചെയ്യുക. മാവിൻ്റെ മുകളിലും ബട്ടർ ഗ്രീസ് ചെയ്ത് കൊടുക്കുക, എന്നാൽ ഉണങ്ങില്ല കേട്ടോ. കണ്ടോ, 10-15 മിനിറ്റ് കുഴച്ചപ്പോൾ നല്ല സോഫ്റ്റായി മാവ് കണ്ടോ. ഇനി ബട്ടറിൻ്റെ മുകളിലും ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് നല്ല ബോളാക്കി ഉരുട്ടി അതിൽ വെക്കണം. നമ്മൾ ഫസ്റ്റ് പ്രൂഫ് ചെയ്യാനാണ് പോകുന്നത്. ഫസ്റ്റ് പ്രൂഫിങ്ങിന് ഓവനായാലും OTG ആയാലും ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു 1.5 മണിക്കൂർ വെക്കുക. നോക്കൂ, ഡബിളായി ബാറ്റർ കണ്ടോ. കുഴിച്ചു നോക്കുക, കുഴി അടയാതെ നിന്നാൽ പ്രൂഫ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. പെട്ടെന്ന് അടഞ്ഞാൽ ആയിട്ടില്ല എന്നാട്ടോ അതിൻ്റെ അർത്ഥം. നമുക്ക് അങ്ങനെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ എന്താ പറയുക, 1.5 മണിക്കൂർ വെച്ചിട്ട് നമ്മൾ എടുത്ത മാവുണ്ടല്ലോ, ആ മാവ് എത്ര ബ്രെഡാണോ നമുക്ക് ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ച് അത് കട്ട് ചെയ്യണം. ആദ്യം ആ മാവ് ഒന്ന് നന്നായിട്ട് ഒന്നും കൂടി അങ്ങോട്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് എത്ര ബ്രെഡ് വേണോ അതിനനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ സ്മൂത്ത് ബോളായി വരണേ. ഇതുപോലെ നമ്മൾക്ക് എത്ര ബ്രെഡ് വേണോ അതിനനുസരിച്ച്
ഡിവൈഡ് ചെയ്തെടുക്കുക. ആ മാവും ആ ബോൾസ് ഉണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്ത ബോൾസ്, അതിനും നന്നായിട്ട് ഉരുട്ടിയിട്ട് ഒരു 10 മിനിറ്റ് വെക്കണം. അപ്പോൾ വീണ്ടും ഗ്ലൂട്ടൻ ഒന്നും കൂടി ഫോമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് ബ്രെഡ് കിട്ടും ചെയ്യും കേട്ടോ. ഗ്ലൂട്ടൻ ഒന്നും കൂടി നന്നായിട്ട് ഫോം ആവും. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നല്ല ഉരുട്ടിയിട്ട് വെക്കുക ബോൾ. നമുക്ക് എത്ര ബോൾസ് വേണോ അതിനനുസരിച്ച് ഒരു തുണിയിട്ട് മൂടുക. ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞാൽ കിച്ചൺ ടോപ്പിൽ വീണ്ടും കുറച്ച് മൈദ തൂവുക. ഓരോ ബോൾസും റെക്റ്റാങ്കിൾ ഷേപ്പിൽ 1/4 ഇഞ്ച് കനത്തിൽ പരത്തിയെടുക്കുക. ഇതുപോലെ ഒരു 1/4 ഇഞ്ച് കനത്തിൽ പരത്തിയെടുക്കുക കേട്ടോ. പരത്തി കഴിഞ്ഞാൽ ഒരു കത്തി വെച്ചിട്ടോ ഒരു സ്ക്രേപ്പർ കൊണ്ടോ ലൈനായി മുറിച്ച് കൊടുക്കുക. നമ്മൾ സ്റ്റഫ് അതിനുള്ളിൽ എന്ത് സ്റ്റഫാണോ വെക്കേണ്ടത് അത് നമ്മൾ ഉണ്ടാക്കണം. നോൺ വേണമെങ്കിൽ നോൺ, വെജ് വേണമെങ്കിൽ വെജ്. നമ്മളിതുപോലെ സ്റ്റഫ് ചെയ്ത ബ്രൈഡൽ ബ്രെഡ് നമ്മളിതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് നമ്മൾ ഇതിൻ്റെ താഴത്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ എടുത്തു വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ, ആ ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുക്കുക. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ബട്ടർ ചെയ്യാം, പനീർ ചെയ്യാം, വെജിറ്റബിൾസ് കൊണ്ട് ചെയ്യാം, ചിക്കൻ കൊണ്ട്, മുട്ട കൊണ്ട്, മട്ടൺ കൊണ്ട്. നമ്മുടെ വായിക്ക് എന്താണോ ടേസ്റ്റ് അത് നമുക്ക് ഇതുപോലെ സ്റ്റഫ് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ വെജിറ്റബിൾസ് കൊണ്ടാണ് സ്റ്റഫ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ മല്ലിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ടൊന്ന് ചുരുട്ടി വെക്കുക. ചുരുട്ടി താഴത്തേക്ക് കൊണ്ടുവരിക കേട്ടോ. ചുരുട്ടിയ ബ്രെഡ് ഒന്നുകിൽ ബേക്കിംഗ് ട്രേയിൽ ഗ്രീസ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു സിലിക്കോൺ ഷീറ്റിൽ വെച്ച് കൊടുക്കുക. നമ്മളൊരു സിലിക്കോൺ ഷീറ്റിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അതിനെ നല്ല ലെവലാക്കി എടുക്കുക കേട്ടോ. കൈകൊണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ. വീണ്ടും ഇതേപോലെ ആക്കുക. നമ്മൾ എടുത്ത് വെച്ച ഫില്ലിങ് അതിലേക്ക് വെച്ച് കൊടുക്കുക. ചുരുട്ടി താഴത്തേക്ക് ആക്കി കൊടുക്കുക. മല്ലിയിലേക്ക് ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫില്ല് നമുക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാം ബേക്കിംഗ് ഷീറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ സെക്കൻഡ് പ്രൂഫിങ്ങിന് വെക്കണം. ഇതേപോലെ തന്നെ OTGയോ ഓവനോ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് 1/2 മണിക്കൂർ വെക്കുക. കാണാൻ തന്നെ നല്ല ചന്തമില്ലേ, പല പല ഷേപ്പിൽ ഇങ്ങനെ കാണുമ്പോൾ. നമ്മളങ്ങനെ എല്ലാം വെച്ചു. ഇനി നമ്മൾ സെക്കൻഡ് പ്രൂഫിങ്ങിന് വെക്കുകയാണ്. സ്വിച്ച് ഓഫ് ചെയ്ത OTGയിലോ ഓവനിലോ ഒരു 1/2 മണിക്കൂർ സെക്കൻഡ് പ്രൂഫിങ്ങിന് വെക്കുകയാണ് കേട്ടോ. സെക്കൻഡ് പ്രൂഫിങ് കഴിഞ്ഞാൽ അത് മിൽക്ക് വാഷ് ചെയ്ത് എടുക്കണം. പുറത്തേക്ക് എടുത്തിട്ട് അത് മിൽക്ക് വാഷ് ചെയ്യാം. കുറച്ച് പാൽ ഇങ്ങനെ നനച്ച് കൊടുക്കുക. ഒരു ചെറിയൊരു ബ്രഷ് വെച്ചിട്ട് നനച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് വെളുത്ത എള്ളോ കറുത്ത എള്ളോ നമുക്ക് വായിലേക്ക് എന്താണോ ടേസ്റ്റ് അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് OTG ആയാലും ഓവനായാലും 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഇതാ നമ്മളിങ്ങനെ തൂവി കൊടുക്കുന്നത് കണ്ടോ. പ്രീ ഹീറ്റ് ചെയ്ത ഓവനായാലും OTG ആയാലും സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. നടുവിൽ തന്നെ ഇത് വെച്ച് കൊടുക്കണം. 30 മിനിറ്റാണ് ബേക്കിംഗ് ടൈം. 15 മിനിറ്റ് കഴിഞ്ഞാൽ മുൻവശം പിന്നിലേക്കും പിൻവശം മുന്നിലേക്കും വെക്കണം. അപ്പോഴാണ് അത് ഈവനായിട്ട് വെന്ത് കിട്ടുക കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. 30 മിനിറ്റ് കഴിഞ്ഞാൽ ബ്രെഡ് ബേക്കായി പുറത്തേക്ക് എടുത്തിട്ട് ഒരു സ്റ്റാൻഡിൽ വയ്ക്കുക. ബട്ടർ പുരട്ടി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ക്രസ്റ്റ് സോഫ്റ്റായിട്ടും വരും, നല്ല ഷൈനിങ്ങും കിട്ടും, നല്ല മണവും കിട്ടും. നല്ല രസമില്ലേ കാണാൻ. ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ്, ടേസ്റ്റും കൂടുന്നതാണ്. നമ്മളുടെ ബ്രെഡ് റെഡിയായി. ഇത് കട്ട് ചെയ്ത് നോക്കൂ. അതിൻ്റെ ഉൾഭാഗം കാണാൻ നല്ല ഭംഗിയായിരിക്കും.
കഴിക്കാനോ അപ്പോൾ അതിലേറെ ടേസ്റ്റ് ആയിരിക്കും. കണ്ടോ? ഈ ഫില്ലിങ് ചെയ്ത ബ്രൈഡഡ് ബ്രെഡ് നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോന് ലിങ്ക് നമ്മൾ താഴ്ത്തു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഫില്ലിങ് തന്നെ വേണമെങ്കിൽ അത് നോക്കി ചെയ്യാം. ഇനി അതല്ല നമുക്ക് വേറെ വല്ല ഫില്ലിങ് നമുക്ക് ഇഷ്ടമുള്ള മാതിരി ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. അതെല്ലാം നമ്മളുടെ ടേസ്റ്റാണ്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.